കുട്ടിക്കൊരു കൗൺസിലിംഗ് വേണം, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ ഭ്രാന്തിനുള്ള ചികിത്സയാണെന്ന് ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് അത് ഓൺലൈനിലാക്കിയാൽ എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ കുട്ടികൾക്ക് തന്നെയാണോ ഈ കൗൺസിലിംഗ് വേണ്ടത്? അതിനാദ്യം പോകേണ്ടത് മാതാപിതാക്കളല്ലേ? മാതാപിതാക്കൾ പോയി ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയും ആ പ്രക്രിയയിലൊക്കെ പങ്കാളികളാകുകയും ചെയ്യുമ്പോഴല്ലേ കുട്ടികൾക്ക് അതിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. മുഴുവനായിട്ടും കേൾക്കുക. പലപ്പോഴും പേരൻസ് വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്, കുട്ടിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആരാണ് ഈ കുട്ടിക്കാണ് കൗൺസിലിംഗ് വേണ്ടത് എന്ന് തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാരണം നമ്മൾ കുട്ടികളിൽ കാണുന്ന പോരായ്മകൾ, അല്ലെ കുറവുകൾ, അല്ലെ കുട്ടികൾ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാമെന്നൊക്കെ വിശ്വസിക്കുകയാണ്. പലപ്പോഴും ഇതിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ കൗൺസിലിങ്ങിനെ പറ്റിയുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കൊട്ടേഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ വാഷിംഗ് ആണ്, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടിയെ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊന്ന് ഉപദേശിപ്പിച്ചെടുക്കലാണ് എന്നൊക്കെയുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പേരൻസ് ചിന്തിക്കുന്നത് ഒരു കാശ് കൊടുത്ത ഒരാളെ കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ പറയിപ്പിച്ച് ഇവനെ അങ്ങ് റെഡിയാക്കി എടുക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെങ്കിലും ആരെയാണെങ്കിലും ഒരാളെ കേട്ട് അവരുടെ ഒരു മനോവ്യാപാരവും അവരുടെ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കുരുക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തിക്കാൻ ഉള്ള ഒരു പരിശ്രമമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതൊരു ഉപദേശമോ ബ്രെയിൻ വാഷിങ്ങോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഷർ ചെലുത്തലോ ഒന്നും അല്ല. നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രക്രിയയല്ല. ഇതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പലപ്പോഴും അത് മാതാപിതാക്കൾക്കാണ് ശരിയായ രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ആവശ്യം. കാരണം ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, കുട്ടിക്ക് പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, പഠിത്തത്തിൽ അവൻ ഭയങ്കര ഉഴപ്പനാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെ അത്തരത്തിലായിരിക്കും. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ അപ്പനും അമ്മയൊക്കെ ആവറേജ് പഠിക്കുന്നവരായിരുന്നു. കുട്ടിക്ക് കുറച്ച് ബാഗ് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ ബുക്ക് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ വലിയൊരു സ്കൂളിൽ ചെന്ന് കൊണ്ട് ചേർത്തതുകൊണ്ടോ കുട്ടിക്ക് പെട്ടെന്ന് ബുദ്ധിയൊന്നും വളർന്നു വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഒരു പഠനത്തിൻ്റെ ഒരവസ്ഥ. അച്ഛനും അമ്മയൊക്കെ 40% വാങ്ങിച്ച അപ്പനും അമ്മയായിരിക്കും. പക്ഷേ ഈ കുട്ടി ഒരു 70% വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തൃപ്തിയില്ല. കാരണം അവർ പറയുന്നൊരു കാര്യമുണ്ട്, സാറേ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ അവന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ശരിയാണ്, കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഒരാളുടെ ബുദ്ധിയൊന്നും ഉയരത്തില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെ പഠനത്തിലൊക്കെ മിടുക്കനാക്കാം, അതിന് ചില പ്രക്രിയകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ വളരെ ഹാപ്പി ആയിട്ട് വളർത്തുക, ആ കുട്ടിയുടെ നൈപുണ്യങ്ങളൊക്കെ വളർത്തുക, ആ കുട്ടിയെ പഠിപ്പിക്കുക, ആ കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്നും പഠിക്കുന്നത് കൊണ്ടുള്ള അവന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവനെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ നൈപുണ്യങ്ങളും വളർത്തുക. പഠിക്കാൻ ആവശ്യമായ പല കഴിവുകളുണ്ട്. എഴുതാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ കണക്ക് ചെയ്യാനുള്ള കഴിവ്, കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള കഴിവ്, ഇത്തരം കഴിവുകളൊക്കെ അവനിൽ വളർത്തുക. ഒരു അച്ചടക്കം വളർത്തുക. സിസ്റ്റമാറ്റിക്കായിട്ട് എന്നും കുറച്ച് പഠിക്കാനുള്ളൊരു പ്രേരണ കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്കൊരു കുട്ടിയെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഒരു 60% 70%-ലൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു കുട്ടിയെ ഇപ്പം തന്നെ 90 ആക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിയുക. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ട്യൂഷൻ കൊടുക്കും. കുട്ടിക്ക് കളിക്കാൻ പോലും അവസരമില്ല, അവനൊരു സന്തോഷമില്ല, അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ വെറുതെ നമ്മൾ കുറേ ഫോഴ്സ് മാത്രം കൊടുത്തുകൊണ്ട് കുട്ടി പഠനത്തിൽ മെച്ചപ്പെടില്ല. ഇനി ഫോണാണ്, കുട്ടിക്ക് എപ്പോഴും ഫോണാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. അതിന് മാതാപിതാക്കളുടെ ഭാഗത്ത് എന്ത് കറക്ഷൻസ് വരുത്താൻ സാധിക്കും? കുട്ടിയെ ഒന്ന് മെച്ചപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലൊരു അച്ചടക്കമുണ്ടോ, ചിട്ടയുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതുപോലെ പല പേരൻസിൻ്റെ ഒരു പ്രശ്നമാണ്, പേരൻസിന് ഒരു ഗൈഡൻസിന് പോകാൻ താല്പര്യമില്ല. പേരൻസ് ഒരു ഗൈഡൻസോ കൗൺസിലിങ്ങോ ജീവിതത്തിൽ എടുത്തിട്ടില്ല. ഒന്നും പഠിക്കാൻ തയ്യാറാകാത്ത, ആരെയും അനുസരിക്കാത്ത, ആരെയും കേൾക്കാത്ത പേരൻസ് കുട്ടി ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് അവനൊരു തെറാപ്പി എടുക്കണമെന്നോ അല്ലെങ്കിൽ അവനൊരു ഗൈഡൻസ് എടുക്കണമെന്നോ കൗൺസിലിംഗ് എടുക്കണമെന്നോ ഒക്കെ പറഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് അതിനോട്
യാതൊരു പോസിറ്റീവായിട്ടുള്ള ഇതും ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേരൻസൊക്കെ ഇങ്ങനെ പ്രഷർ ചെലുത്തിയായിരിക്കും കുട്ടിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാളല്ലേ ഇയാളുടെ അപ്പൂപ്പൻ വിചാരിച്ചാലും ഞാനൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ കുട്ടി പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അതിനെയൊന്നും നമുക്ക് കൗൺസിലിംഗ് എന്നോ ഒന്നും വിളിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായൊരു മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കണം. കുട്ടികളുടെ തെറ്റെവിടെയൊക്കെയാണ്, കുട്ടികളുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എല്ലാം കുട്ടികളുടെ തെറ്റൊന്നുമല്ല. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാതിരിക്കുന്ന കുട്ടിയുടെ തെറ്റല്ല. പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇഷ്ടംപോലെ ടി വിയൊക്കെ കാണിച്ചിട്ട് പിന്നെ പ്രായമാകുമ്പോൾ കുട്ടി സ്ക്രീൻ ടൈം കൂടുന്നു എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു തെറ്റല്ല. വീട്ടിൽ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത വീടുകളിൽ പിന്നെ കുട്ടികൾ പഠനത്തിലും മറ്റും മികവുള്ളവരാകണമെന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു തെറ്റല്ല. അപ്പോൾ കുട്ടിയുടെ മാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളെ നമുക്കത് തെറ്റെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മാതാപിതാക്കൾ കൂടെ ഈക്വലായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. മാതാപിതാക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പിന്നെ കുട്ടിയുമായിട്ടിരുന്ന് ആരോഗ്യപരമായി ചർച്ച ചെയ്യുന്ന വീടുകളുണ്ട്. സന്തോഷകരമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വീടുകളുണ്ട്. അത് ചെയ്യാൻ കഴിയാത്ത വീടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടിയുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് കുറവുകളുണ്ടാക്കുന്നതാണ്. പിന്നെ പല വീടുകളിലും അച്ഛനും അമ്മയിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ സംസ്കാരവും വീട്ടിലെ മൂല്യബോധവും വീട്ടിലെ പിന്നെ ഒരു പ്രവർത്തനത്തിൽ ഒരു സന്തോഷമുള്ള അവസ്ഥയും സന്തോഷമില്ലാത്ത അവസ്ഥയും ഒക്കെ കുട്ടികളെ ബാധിക്കുന്നതാണ്. പിന്നെ പല വീടുകളിലും അച്ഛനും അമ്മയും ഇല്ല, ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ഗ്രാൻഡ് പേരൻസിനെ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ ഇനിയുള്ള കാലത്ത് ഏൽപ്പിക്കരുത്. കാരണം അവർ വേറൊരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. ഇന്ന് വളരെ അത്യാധുനിക കാലത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്താൻ അവർ കോമ്പീറ്റൻ്റ് അല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകും. അതെല്ലാം കുട്ടിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അതുപോലെ കുട്ടികളെ പല പേരൻസും ചെയ്യുന്നൊരു കാര്യമാണ് പൈസ ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ട് ബോർഡിങ്ങിലാക്കുക. ഈ ബോർഡിങ്ങിലുള്ളവർക്ക് നിങ്ങളെക്കാളും മെച്ചമായിട്ട് കുട്ടികളെ സംരക്ഷിക്കാനും കുട്ടികളെ രൂപാന്തരപ്പെടുത്താനും കഴിയുമോ? പിന്നെ ശരിയാണ്, ഒരു കുട്ടിക്ക് അതിൽ താല്പര്യക്കുറവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡിങ് ചില കുട്ടികളെ സംബന്ധിച്ച് വീട്ടിലെ ജീവിതം തീരെ ബോറടി ആയിരിക്കും. അവർക്ക് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ബോർഡിങ് സ്കൂളിനോടൊന്നും എതിരായിട്ടല്ല. പക്ഷേ പല കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ബോർഡിങ്ങിലേക്ക് കൊണ്ടുപോകുക, ആ ഒരു സെൻറ്റൻസിൽ തന്നെ കുട്ടിക്ക് വലിയ ഒരു നീരസം അതിനോടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കുട്ടി ബോർഡിങ്ങിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് നിങ്ങളുമായി വലിയ കൊമ്പ് കോർക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. പണം കൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മാതാപിതാക്കൾ ആരെയെങ്കിലുമൊക്കെ അനുസരിക്കാൻ തയ്യാറാകണം, ചില ഗൈഡൻസൊക്കെ എടുക്കാൻ തയ്യാറാകണം, മാതാപിതാക്കൾ പഠിക്കാൻ തയ്യാറാകണം, മാതാപിതാക്കളൊന്ന് തോൽക്കാൻ തയ്യാറാകണം, മാതാപിതാക്കൾ ചിലപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. വലിയൊരു ചാട്ടം മുമ്പോട്ട് ചാടണമെങ്കിൽ ഒരു 2 സ്റ്റെപ്പൊക്കെ പുറകോട്ട് ഇറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ കുട്ടികളെ മെച്ചപ്പെടുത്തിയെടുക്കുക. അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ഇന്ന് കാണുന്ന വേറൊരു വലിയ കാര്യമാണ് കുട്ടി ആരാകുമെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു മെക്കാനിക്കൽ ടെസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് കുട്ടികളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ എന്താണ് കുട്ടി എന്നൊക്കെ മനസ്സിലാക്കി അങ്ങ് നേടി അല്ല. കുട്ടികളിൽ നല്ലൊരു ലക്ഷ്യബോധവും കുട്ടികളിൽ നല്ലൊരു കാഴ്ചപ്പാടും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ തന്നെ ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. ആ കുട്ടിയുടെ കഴിവിൻ്റെയൊക്കെ പരമാവധി പരിശ്രമിക്കുക. ആ കുട്ടികൾ ജീവിതത്തിൽ മെച്ചപ്പെടുകയൊക്കെ ചെയ്യും. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയത് കൊണ്ട്, അങ്ങനെയുള്ള ഒരു മെക്കാനിക്കൽ ടെസ്റ്റ്, ടെക്നിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ട് കുട്ടിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? കുട്ടികൾക്ക് വേണ്ട നല്ല ഗൈഡൻസും നല്ല കൗൺസിലിങ്ങും ഒക്കെ സ്കൂളുകളിൽ കൊടുക്കുക. മതസ്ഥാപനങ്ങളൊക്കെ അത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക. കുട്ടികൾക്ക് നല്ല മെൻറ്ററിംഗ് ഒക്കെ കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ മാതാപിതാക്കൾ തന്നെ കണ്ടെത്തി കൊടുക്കുക. ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്കൊക്കെ നല്ല ടീച്ചേഴ്സിനെയും നല്ല മെൻറ്റേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും നല്ല നല്ല പ്രഭാഷണങ്ങളും നല്ല നല്ല പുസ്തകങ്ങളും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ കുട്ടികളുടെ കാഴ്ചപ്പാട് ഉയരാനും ഒക്കെ അവസരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം ഒരു കുട്ടി ജീവിതത്തിൽ വിജയിക്കില്ല. കുട്ടിക്ക് നല്ല ആറ്റിറ്റ്യൂഡ് വേണം, നല്ല പേഴ്സണാലിറ്റി വേണം, നല്ല സ്കിൽസ് വേണം, നല്ല വാല്യൂസ് വേണം. അങ്ങനെയൊക്കെയുള്ളവരാണ് ജീവിതത്തിൽ ഏതെങ്കിലും രംഗത്ത് വിജയിക്കുന്നത്. വെറും ഒരു ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് ആരെങ്കിലും വിജയിച്ചു എന്നൊക്കെ ഇനിയും ഈ കാലത്തും ചിന്തിക്കാത്തവർ, സത്യം പറഞ്ഞാൽ ഏത് ലോകത്താണ് അവർ നിൽക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതൊന്നും പോരാ. നല്ല ഇരുത്തം വന്ന
ആൾക്കാർ അവരെ ഗൈഡ് ചെയ്യാനോ അവരെ പഠിപ്പിക്കാനോ ഒക്കെ വേണം. നല്ല അധ്യാപകർ സമൂഹത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടണം, അവർ സംരക്ഷിക്കപ്പെടണം, അവർ പ്രചോദിക്കപ്പെടണം, അവർ അംഗീകരിക്കപ്പെടണം. അങ്ങനെയൊക്കെയാണ് കൂടുതൽ നല്ല അധ്യാപകർ ഈ സമൂഹത്തിലുണ്ടാവുകയും അതായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റെന്ന് ഞാൻ പറയും. അങ്ങനെയുള്ളവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ നിങ്ങളുടെ കുട്ടികളെ പരിചയപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞാൽ, പേരൻ്റൽ ഗൈഡൻസിലൂടെയും ഫാമിലി ഗൈഡൻസിലൂടെയും ഒക്കെ നല്ല ഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, അത്തരം ആൾക്കാരുടെയൊക്കെ ഗൈഡൻസൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകും. അതുകൊണ്ട് കുട്ടികൾക്കൊരു കൗൺസിലിംഗ് വേണമെന്നുള്ള ഒരു ടാഗ് ലൈനിൽ ഇനിയെങ്കിലും നിൽക്കാതെ മാതാപിതാക്കൾ സഹിതം നല്ലൊരു ഗൈഡൻസ് പ്രക്രിയയിലേക്കും നല്ലൊരു ലേണിങ്ങിലേക്കും മനസ്സിലാക്കലിലേക്കും പഠനത്തിലേക്കും ഒക്കെ വന്നാൽ കുട്ടികളുടെ ഒരു രൂപാന്തരം കുറേ കൂടെ മെച്ചപ്പെടുകയും അവരുടെ ജീവിതത്തിന് കുറച്ചുകൂടെ നിലവാരം ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും നല്ല ഫാമിലി ടൈം ആശംസിക്കുന്നു. നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ഫാമിലി ടൈം.